വെച്ചിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോട്ടേജ് ആണ്. ഇതിന് ചുറ്റും 16 സാൻഡൽവുഡ് കൂടി നടന്നുണ്ട്, ചന്ദന തൈകൾ കൂടി. അപ്പോൾ ഈ ഒരു പ്രീമിയം കോട്ടേജ് അതിനോടൊപ്പം തന്നെ നമുക്ക് എടുത്തു വെക്കാം ഇതിലൊരു നമ്മുടെ ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമുക്കറിയാം നമ്മൾ എവിടെയാണെങ്കിലും ടൂറൊക്കെ പോകുമ്പോൾ സ്വിമ്മിംഗ് പൂൾ കാണുമ്പോൾ എല്ലാവർക്കും ഇറങ്ങുന്ന ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ലേഡീസിന് ഒരു പരിധി വരെ ഇറങ്ങാൻ പറ്റാറില്ല അല്ലെ. പക്ഷെ അതിനെയും കൂടി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പരിഹരിക്കാം. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോട്ടേജിലും ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അത് ഏകദേശം ഒരു 120-130 സ്ക്വയർ ഫീറ്റോളം വരുന്ന സ്വിമ്മിംഗ് പൂളാണ്. അതോടൊപ്പം തന്നെ വലിയ സ്വിമ്മിംഗ് പൂൾ നമുക്ക് അവിടെയായിട്ട് കോമൺ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. ഓക്കെ, ഒത്തിരി കോമൺ അമ്യൂണിറ്റീസും ഉണ്ട്. ഇപ്പൊ സാധാരണ ഒരു കോട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചിലപ്പോൾ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാവും, ചിലപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, ഇതൊക്കെ തന്നെ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായി ഇതിനെ എന്തുകൊണ്ട് പ്രീമിയം കോട്ടേജ് എന്ന് വിളിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള പ്ലേ ഏരിയ ഉണ്ട്, പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളോ അതിനുള്ളിൽ തന്നെ കോമൺ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ക്യാമ്പ് ഫയർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട്, അരോമ തെറാപ്പി ആൻഡ് സ്പാ ഉണ്ട്, അതോടൊപ്പം തന്നെ ഹോർസ് റൈഡ് ഉണ്ട്. ഓക്കെ, മിനി സൂ ഉണ്ട്. പിന്നെ ചന്ദനമരങ്ങൾക്കിടയിലുള്ള ഒരിക്കലും നമ്മൾ ഇതുവരെ ആസ്വദിക്കാത്ത മോർണിംഗ് വൈബും നൈറ്റ് വൈബും ഒക്കെ ആസ്വദിക്കാൻ സാധിക്കുന്നു. പിന്നെ ബോട്ടിങ്ങും ഫിഷിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ അണ്ടർഗ്രൗണ്ട് കേവ് മോഡലുള്ള ഒരു പാർട്ടി ഹോൾ ഉണ്ട്. 500 പേർക്കെങ്കിലും ഇരിക്കാൻ പറ്റുന്ന പാർട്ടി ഹോൾ. അത് ആ ഭാഗത്ത് തന്നെയാണ് അവിടെയും വരുന്നത്. കോമൺ എല്ലാവർക്കും ഫംഗ്ഷനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഭൂമിക്കടിയിലായി തുരങ്കം പോലെ സൃഷ്ടിച്ചതിന് ശേഷം ഒരു കേവ് ഈ ഒരു ഹോൾ പണിതതിന് ശേഷം മണ്ണിട്ട് ജസ്റ്റ് മൂടി പാക്ക് ചെയ്യും. ഓക്കെ, അത് അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള അതും DJ ഹോളൊക്കെ ഒരിക്കലും ശബ്ദം പുറത്തേക്ക് കേൾക്കില്ല. അതിനകത്ത് എന്തടിച്ചു പൊളിച്ചു കഴിഞ്ഞാലും ശബ്ദം പുറത്തേക്ക് കേൾക്കില്ല. ഇവിടെയുള്ള മറ്റു കോട്ടേജിലുള്ള ആളുകൾക്ക് കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇവിടെ ചുറ്റുപാട് താമസിക്കുന്ന ആളുകൾക്കും ഒരു ശല്യമില്ലാതെ കിടന്നുറങ്ങാനൊക്കെ പറ്റും. ചില സ്ഥലങ്ങളിൽ നമുക്ക് 10 മണി കഴിഞ്ഞാൽ അല്ലെ സൗണ്ട് വെക്കാൻ പാടില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ടൂറിസ്റ്റിന് എത്തരത്തിൽ എൻജോയ് ചെയ്യണോ അതൊക്കെ അവിടെ സാധിക്കുന്ന രീതിയിലുള്ള പ്രീമിയം ഒരു കോട്ടേജാണ്. പിന്നെ സാൻഡിൽവുഡ് ഓയിൽ വെച്ചിട്ടുള്ള നാച്ചുറോപ്പതി, നമ്മുടെ അരോമ തെറാപ്പി ആൻഡ് സ്പാ, അതിന്റെ പൗഡർ വെച്ചിട്ടുള്ള ഫേഷ്യലിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനെ മറ്റ് റിസോർട്ടുകളും കോട്ടേജുകളൊക്കെ അപേക്ഷിച്ചുകൊണ്ട് കുറച്ച് വ്യത്യസ്തമാക്കുന്നത്. ഇന്നിപ്പോൾ ലോകത്ത് തന്നെ നമുക്കറിയാം ഒരു സാൻഡിൽ ടൂറിസം എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ചെയ്യുന്നത് ഇന്ത്യൻ സാൻഡിൽവുഡ് നട്ടുപിടിപ്പിച്ചതിന് ശേഷം അതിന് ചുറ്റും അല്ലെ അവിടെ കോട്ടേജുകൾ പണിതുകൊണ്ട് അവിടെ ഫോറിനേഴ്സിനെ യൂറോപ്യൻസിനെയൊക്കെ ആകർഷിക്കുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പ്രകൃതിദത്തമായിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെ. നമുക്കറിയാം വിദേശത്തുള്ള ആളുകൾ നമ്മുടെ ബീച്ചിലേക്ക് വന്ന് കിടക്കാറുണ്ട് അല്ലെ, ഉണങ്ങാൻ കിടക്കാറുണ്ട്. നമുക്കറിയാം വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമൊക്കെ അവര് ചെയ്യുന്ന അവര് കുറെ മെഡിസിൻസ് വാങ്ങി കഴിക്കലല്ല, അവര് ഒരു വർഷത്തിലൊരു കുറച്ച് സമയം എന്റർടൈൻമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 മാസമോ 2 മാസമൊക്കെ നമ്മളുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു അല്ലെ. അത് മാക്സിമം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം തളിക്കുളത്ത് പോയപ്പോൾ അവിടെ 1 മാസത്തേക്ക് 1.5 മാസത്തേക്കാണ് ഈ ഫോറിനേഴ്സ് വന്ന് താമസിക്കുന്നത്. അവിടെ 2 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയ്ക്കും മന്ത്ലി അവർ താമസിക്കുന്നതിന് റെന്റായിട്ട് അവിടെ വാങ്ങുക. അപ്പൊ അതുപോലെ ഇവിടെയും വരുന്ന താമസിക്കുന്ന മിക്ക ആളുകൾ എങ്ങനെയായിരിക്കും 1 മാസത്തേക്ക് 1.5 മാസത്തേക്കൊക്കെ. കാരണം അതൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ വരുന്നത്. കാരണം ചന്ദനമരങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്, ഏറ്റവും നല്ല രീതിയിൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മരം കൂടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്സിജന്റെ കുറവ് മൂലം ഒരുപാട് അസുഖങ്ങൾ കാര്യങ്ങളുണ്ട്. ഒരു ഡോക്ടറുണ്ട് ഇവിടെ അല്ലെ. ഓക്കെ, കൊറോണ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താണ്? ഓക്സിജൻ. നല്ല ഓക്സിജൻ അല്ലേ ആഗ്രഹിച്ചത്. ഒരുപാട് ആളുകൾ ഓക്സിജൻ കിട്ടാതെ മരണപ്പെട്ടു. ഈ കൊറോണയ്ക്ക് ശേഷം പല ആളുകൾക്ക് ഉണ്ടായ പ്രോബ്ലം എന്താണ് അല്ലെ, ഓക്സിജന്റെ കുറവ് മൂലം ശ്വാസം മുട്ടും പല അസുഖങ്ങളിലേക്ക് മാറി അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട്. അപ്പൊ നമുക്കറിയാം ഇത് ലോകത്ത് മൊത്തം വ്യാപിച്ചൊന്നാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഓക്സിജൻ കൂടുതൽ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് അല്ലെ, ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അപ്പൊ ഇവിടെ ഫുള്ള് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം ഇതിന് ചുറ്റും 16 സാൻഡിൽവുഡ് എന്ന് മാത്രമല്ല ഈ പ്രോപ്പർട്ടിയിൽ ഏകദേശം 1400ഓളം സാൻഡിൽവുഡ് ഉള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ പ്രോപ്പർട്ടിയെ തന്നെ മാറ്റുന്നത്. അപ്പോൾ ഈ ഏരിയ തന്നെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്കറിയാം ആൽമരത്തിന് എത്രത്തോളം ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന മരമാണെന്ന് അറിയാം അല്ലെ. പക്ഷെ രാത്രി സമയങ്ങളിൽ നമ്മൾ ആൽമരത്തിന്റെ കീഴിൽ കിടക്കരുതെന്ന് പറയാറുണ്ട്. കാരണം എന്താ, നേരെ ഓപ്പോസിറ്റാ ചെയ്യുന്നത്. മിക്ക മരങ്ങളും അങ്ങനെ തന്നെയാണ്, മിക്ക മരങ്ങളും എല്ലാ മരങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ചന്ദനമരത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്, ഇവിടെ നിലനിർത്തി ഓക്സിജനെ നിലനിർത്തിക്കൊണ്ടുള്ള ചെറിയ തോതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ സാൻഡിൽവുഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചന്ദനത്തോപ്പിലെ കോട്ടേജുകൾക്ക് കുറച്ചും കൂടി പ്രിയം കൂടുതൽ. അത് നമ്മുടെ ഹെൽത്തി ആയിട്ടാണ് നമുക്ക് സംഭവിക്കുന്നത് എല്ലാ കാര്യങ്ങളും. കാരണം ഓക്സിജൻ റിച്ച് ആയിരിക്കും എപ്പോഴും, പകൽ സമയത്തും രാത്രി സമയത്തും. അതുകൊണ്ട് തന്നെയാണ് ഈ സാൻഡിൽ ടൂറിസത്തിന് ഇത്രയേറെ ഡിമാൻഡ്. എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല ആരും? കാരണം ചന്ദനമരം വെച്ച് പിടിപ്പിക്കാമോ നടാമോ എന്നുള്ള കാര്യത്തിൽ പോലും പല ആളുകൾക്ക് അറിയില്ലായിരുന്നു. ഇനി അറിഞ്ഞാൽ തന്നെ എന്തുകൊണ്ട് ചെയ്തില്ല?
നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഗവേഷണം വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ആളുകളുണ്ട് ചന്ദന കൃഷി. പക്ഷെ അവരും എവിടെ വന്ന് ഇടിച്ചു നിന്നറിയാമോ? സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് എത്തിയപ്പോൾ അവരവിടെ ഇടിച്ചു നിന്നു. അവർക്ക് സെക്യൂരിറ്റി സിസ്റ്റം ഇതിനെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം കൊണ്ട് അവരിത് ചെയ്തില്ല. അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ നമ്മളുടെ കയ്യിൽ നിന്ന് പ്രോപ്പർട്ടി വാങ്ങിച്ച് നല്ല രീതിയിൽ ഇതിനെ മാർക്കറ്റിംഗ് കൂടി ചെയ്യുന്നു. അവർക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് പറയാനുള്ള കഴിവുണ്ട് എന്നുള്ളത് വേറൊരു പ്രത്യേകത. 1, 2, 3 വർഷങ്ങളായിട്ട് ചന്ദന കൃഷിയെ കുറിച്ച് മാത്രം റിസർച്ച് നടത്തിയ ഒരു കൂട്ടം ആളുകൾ ഇന്നിപ്പോ നമ്മളുടെ കൂടെ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട് അല്ലെ, ഒത്തിരി ആളുകളാണ്. അങ്ങനെ ചന്ദന കൃഷി ചെയ്യുന്ന ഒരു കർഷകരുടെ കൂട്ടായ്മ പോലും നമ്മൾ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിപ്പോ നിലവിൽ വന്നു. ഏകദേശം 300ഓളം വരുന്ന കർഷക സംഘം കർഷക കൂട്ടായ്മകൾ നമുക്ക് ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഇനി ഒത്തിരി ആളുകളൊക്കെ പ്രോപ്പർട്ടി EMI കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ആളുകളൊക്കെ ഈ സംഘത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത്രയും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരിടമായിട്ട് നമുക്കത് കാണപ്പെടാനും പറയാനും നമുക്ക് സാധിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു കോട്ടേജിന്റെ രൂപമാണ് നിങ്ങൾ കണ്ടത് അല്ലെ. അതിന്റെ 3D വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് അവിടെ പ്ലേ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ കോട്ടേജിന്റെ ഈ ഒരു സ്പേസ് വരുന്നത് ബെഡ് സ്പേസ് ആണ്. ഏകദേശം ഒരു 250 സ്ക്വയർ ഫീറ്റ്. അതൊരു ബേ വിൻഡോ എന്ന് പറയും. കുട്ടികൾക്ക് കിടക്കാനോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഒരു ചെറിയൊരു സ്പേസ് വേണമെങ്കിൽ ചെയർ ടേബിൾ ഇടുന്ന സ്പേസോ പോലെയൊക്കെ. നെക്സ്റ്റ് ഇത് വരുന്ന ഒരു ബാത്റൂമാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെയൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ. ഇതാണ് നമ്മുടെ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ. ജസ്റ്റ് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് കാണാം. അതിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും അല്ലെ. അത് വാട്ടർ ഫോൾസ് ആണ്. നമ്മൾ 3D വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അല്ലെ. കോട്ടേജിന്റെ നമ്മുടെ പൂളിൽ ഒരു വെള്ളച്ചാട്ടം. അപ്പൊ അതും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വാട്ടർ ഫോൾസ് ഉണ്ട്. അതും ഏകദേശം ഒരു 6 മീറ്റർ നീളവും 3 മീറ്റർ വീതി, ഏകദേശം 4 അടി താഴ്ചയിലുള്ള സ്വിമ്മിംഗ് പൂളാണ് ചെയ്തിരിക്കുന്നത്. ഇത് നീന്തി തുടിക്കുക എന്നുള്ളതല്ല, എന്നാലും എല്ലാ സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഫാമിലീസിനാണെങ്കിലും ഏത് സമയത്തും ഓപ്പൺ ചെയ്ത് നമ്മുടെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രൈവസി ഉള്ള 100% പ്രൈവസി ഉള്ള, അങ്ങനെ തന്നെ പറയണം. 2 സൈഡിൽ ചെറിയൊരു വിൻഡോ ഉണ്ട്, അത് ഓപ്പൺ അല്ല കേട്ടോ. അത് അകത്ത് നിന്നിട്ട് കട്ടലിട്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ 100% പ്രൈവസിയോടൊപ്പം ഉള്ള സ്വിമ്മിംഗ് പൂളോട് കൂടിയിട്ടുള്ള ഒരു കോട്ടേജ്. ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള കോട്ടേജ് നമുക്ക് എടുത്തു പറയാം. നമ്മൾ ഇന്ന്